അറിഞ്ഞ എനിക്കും കൂടി സന്തോഷിക്കായിരുന്നു. കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് നടന്നു. സർപ്രൈസ് കളയാ ആന്റി. കാര്യം എന്താന്ന് പറ. പറയാ മോളെ, തുണിക്കച്ചവടക്കാരി അശ്വതിയും എന്തിനും ഒരുമിച്ചായിരുന്നല്ലോ. ഞാൻ തുണിക്കച്ചവടക്കാരി എന്തെങ്കിലും പറഞ്ഞ അപ്പൊ എന്നോട് കയറി ഉടക്കാൻ വരും അശ്വതി. ആടയും ചക്കര ആയിരുന്നല്ലോ. അട ചക്കരെ ചീത്ത പറഞ്ഞ് ചെവി പൊട്ടിച്ചു. ആണോ? എങ്ങനെ? അതെ, എല്ലാം മോള് കാരണാ. രമേശിന് മോള് സീറ്റ് വാങ്ങി കൊടുത്തത് വെറുതെയാണെന്ന് അവള് പറഞ്ഞുണ്ടാക്കിയതല്ലേ. അതല്ല, അത് സത്യമാണെന്ന് മോൾ അശ്വതിയെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴുണ്ടല്ലോ, തുണിക്കച്ചവടക്കാരിയുടെ സ്വഭാവം എന്താണെന്ന് എന്റെ മോള് മനസ്സിലാക്കി. അത് കഴിഞ്ഞേ എന്റെ മോളെ അതും ഇതും പറഞ്ഞ ഐശ്വര്യം കെട്ടവള് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉണ്ടല്ലോ, അത് നടന്നില്ല. അശ്വതിയുടെ വായി ഇരിക്കുന്നത് മുഴുവൻ അവള് കേട്ടു. എനിക്കത് കേട്ടപ്പോ ഉണ്ടല്ലോ, സന്തോഷം കൊണ്ട് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. അതങ്ങനെയല്ലേ ആന്റി. ശത്രുക്കളുടെ കണ്ണീര് നമുക്ക് മനസ്സിന് ആനന്ദവും ഉന്മേഷവും തരും. അത് ശരിയാ മോളെ. പക്ഷേ ഈ സന്തോഷത്തിന് കാരണം എന്റെ മോളാ. നീ ഈ വീടിന്റെ മഹാലക്ഷ്മിയല്ലേ. ഇനി അങ്ങോട്ട് ആന്റി കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പൊ കാത്തിരുന്ന് കാണാല്ലേ എന്റെ മരുമോളെ. ഓക്കെ ആന്റി. ശരി മോളെ, ശരി മോളെ, ശരി. എന്റെ മോൾ ഇപ്പോഴെങ്കിലും അവളുടെ സ്വഭാവം മനസ്സിലാക്കിയല്ലോ. എടി ഐശ്വര്യം കേട്ടവളെ, നിന്നെ ഈ വീട്ടിലെ എല്ലാവരും മാറ്റി നിർത്തുന്ന കാലം വിദൂരം അല്ലടി. കാണിച്ചു തരാ ഞാൻ. ഹേമ എന്താ മോളെ പറഞ്ഞത്? എന്തോ സന്തോഷമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അതെ മമ്മി, ആ വീടിനകത്ത് കയറി കളി തുടങ്ങാൻ പോകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞു. ഇനി ആ വീട് ചിന്ന ഭിന്നമായി പോവും. അച്ഛാ, അശ്വതി ചേച്ചി ഇവിടെ എങ്ങും കാണുന്നില്ല. ഒരു ലെറ്റർ എഴുതി വെച്ചേക്കോ. എന്താടി ലെറ്ററോ? വായിക്കേ. എന്തെഴുതി വെക്കാനാ? രമേശിന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കാശ് വേണം. 1,00,000 രൂപ വേണം അച്ഛാ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തായാലും വായിക്കേ, കേക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനും അമ്മയും അറിയാൻ, ഞാനിങ്ങനെ എഴുതി വെക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പ്രതീക്ഷിക്കാത്തതാണല്ലോ ഇവിടെ നടക്കുന്നതെല്ലാം. വീട്ടിലുള്ളവർ തന്നെ എന്നെ രമേശ് ചേട്ടന് ചതിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കണ്ടും കേട്ടും നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഈ വീട് വിട്ടു പോവുക. അയ്യോ എടാ, വായിക്കടി. ചാരുവിനാണ് ഈ വീട്ടിൽ സ്ഥാനമുള്ളത്. സ്നേഹവും കരുതലും എല്ലാം അവക്ക് മാത്രമാ. മകളായ എനിക്ക് കിട്ടുന്നത് അവഗണനയും പരിഹാസവും മാത്രം. അച്ഛന് പെങ്ങളുടെ മകളെ ഇഷ്ടം. അവളെ കല്യാണം കഴിച്ചതുകൊണ്ട് ആകാശിനെ. അമ്മയ്ക്കാണെങ്കിൽ അരവിന്ദനോടാ സ്നേഹം. ഇവിടെ ഞാനും അനുവും അനാഥരെ പോലെയാണ്. എന്നെ രമേശ് ചേട്ടനെയും തള്ളിപ്പറഞ്ഞിട്ടേ ഉള്ളൂ ഇതുവരെ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് സ്നേഹിച്ചത് ചാരുവിനെയാ. അവൾ എന്നോട് നുണ പറഞ്ഞു. എന്നെ ചാരു ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവളെ കാണുന്നത് പോലും എനിക്കിപ്പോ വെറുപ്പാ. അവളുള്ള വീട്ടിൽ ജീവിക്കുന്നത് എനിക്ക് ജയിലിൽ കിടക്കുന്നതിന് തുല്യ. അതുകൊണ്ട് ഞാൻ പോവുക രമേശ് ചേട്ടന്റെ വീട്ടിലോട്ട്, എന്റെ വീട്ടിലോട്ട്. ഇനി എന്റെ മരണം സംഭവിച്ചാലും ജീവിച്ചാലും ഇവിടെ തന്നെയായിരിക്കും ഞാൻ. എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരാം. ഞാനോ രമേശ് ചേട്ടനോ ഇനി അങ്ങോട്ട് വരില്ല.
എന്താ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? ഐ ആം രമേഷ് പായ്പാട്, മെമ്പർ രമേഷ്.